Duton LED lights with advanced German technology. Duton, നല്ല പ്രകാശം ദീർഘകാലം. ഓ മൈ ഗോഡിന്റെ ഈ എപ്പിസോഡിൽ ദേഹത്ത് വീണാൽ ചൊറിച്ചിലുണ്ടാകുന്ന നായ്ക്കുരണപ്പൊടിയുടെ കാര്യമാണ് പറയുന്നത്. കടയ്ക്ക് മുന്നിൽ വെച്ച് കൈകാര്യം ചെയ്യുമ്പോൾ നായ്ക്കുരണപ്പൊടി അവിടെ നിൽക്കുന്നവരുടെ ദേഹത്ത് വീണാൽ എന്ത് സംഭവിക്കും? കാണാം ഇന്നത്തെ ഓ മൈ ഗോഡ് കെണിക്കഥ. തണുത്ത വെള്ളം കുറച്ച് മതിയാ? തണുക്കാത്ത മതി. തണുക്കാത്ത മതിയാ? എനിക്ക് തണുക്കാത്ത മതി. അതല്ലേ ചോദിച്ചത്. ഞാൻ കൊടുക്കാടെ, മറ്റവനോട് വന്നിട്ട് കൊടുക്കാടെ. ചില്ലറ ഉണ്ടോ എൻ്റെ? നിങ്ങൾ സിഗരറ്റ് വാങ്ങിക്കണം? സിഗരറ്റ് വാങ്ങിക്കണം? ഓ ഓ ആ ആ സോപ്പ എന്തര വേണം? നിങ്ങളെ ഇഷ്ടത്തിന് എടുക്കി. അങ്ങനെയല്ല, എല്ലാം ഉണ്ട് ജീവിക്കാൻ വേണ്ടി. നേരത്തെ എവിടെ ആയിരുന്നു? ഗൾഫിലായിരുന്നാ? ഓ അല്ല, കട തുടങ്ങിയിട്ട് കുറച്ച് ആ ആ ഓ ഓ നേരത്തെ ഇവിടെ കൃഷിപ്പരിപാടിയും കാര്യമൊക്കെ. ഇവിടെ സ്ഥലം നോക്കാം. സ്ഥലം ഇവിടെ കുറേ സ്ഥലങ്ങൾ കൊടുക്കാറുണ്ടെന്ന് പറഞ്ഞേ. അത് ശരി, നമുക്ക് നോക്കാമെന്ന് പറയാം. എന്തായാലും നമ്മൾ പോവുകയല്ലേ, അങ്ങനെ വരുന്ന വഴിയിൽ കാണാമെന്ന് പറഞ്ഞു. ഈ ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം എന്നറിയാമോ? ഇവിടെ കൊള്ളാമെന്ന് നമ്മൾ വിചാരിക്കും, അപ്പോഴായിരിക്കും വേറൊരിടത്തു നിന്ന് വിളിച്ചിട്ട് അവിടെ റെഡിയാണ്. അപ്പം നമുക്കുള്ള കക്ഷിയുടെ അങ്ങനെ നല്ല നോക്കാൻ പറ്റുള്ളൂ. ചുമ്മാ നമുക്ക് അല്ലാതെയുള്ള രീതിയിൽ നമുക്ക് നോക്കാൻ പറ്റില്ല. കൃഷി എന്തായിരുന്നു കൃഷി? എനിക്ക് പിന്നെ പച്ചക്കറി കൃഷി, ഒറ്റക്കൊടി, വാഴ കൃഷി. എന്നിട്ട് അത് നിർത്തിയാ ഒറ്റയടിക്ക്? പന്നി ശല്യം കാരണം. ഓ, എല്ലായിടത്തും ഇത് തന്നെ വിഷയം കേട്ടാ. ഒരു രക്ഷയും ഒരു കാര്യം ചെയ്യാൻ വയ്യ. വേറെ എങ്ങനെ കെട്ടിയാലേ പറ്റുള്ളൂ. ഈ തമിഴന്മാരിത് എങ്ങനെ സെറ്റ് ചെയ്യണമെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അതായിരിക്കും, അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഒന്ന് ആലോചിച്ചു. നിയമം ഇത്രയും കർശനമായി പാലിക്കുന്നില്ലായിരിക്കും. ആരെങ്കിലും അടിച്ചു വന്നു കഴിഞ്ഞാൽ കേസാവുക. തൊടാൻ പറ്റില്ല. ഒന്ന് ആലോചിച്ചു, ഒരു തരത്തിലൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളെയൊക്കെ കുട്ടിക്കാലത്ത് ഈ കാട്ടുപന്നി ഇവിടെ വരുമെന്ന് നമ്മൾ ഒരിക്കലും കൂട്ടിയില്ല. കാട്ടുപന്നി എന്ന് പറഞ്ഞാൽ പകല് പോലും പന്നികളാണ്. ആണ്. അത് മാത്രമല്ല, ഈ ജനജീവിതം ദുസ്സഹമാക്കുന്ന തരത്തിലാണ് ഈ പന്നി. ഒന്നും ചെയ്യാനും പറ്റില്ല. നിയമം കൃഷി പരിപാടി വയലുകളെല്ലാം തരിച്ചു കിടക്കുന്നതാണ്. എണ്ണത്തിനും എല്ലാം കൃഷിയുള്ളായിരുന്നു. മരിച്ചീനിയൊക്കെ ഇടും. അങ്ങനെ നെൽകൃഷി ഇല്ല, മരിച്ചീനിയും. അല്ല, നേരത്തെ നെൽകൃഷി ചെയ്തുകൊണ്ടിരുന്ന സ്ഥലങ്ങളാണ്. പിന്നെ കുറെ ആള് തരിച്ച് കിടന്നു. അതെ, കിടന്ന ശേഷം പിന്നെ ഇതാണ് മരിച്ചീനി കൃഷി തുടങ്ങി. മരിച്ചീനി കൃഷി. മരിച്ചീനി അത് ലാഭകരമാണ് കേട്ടോ. മരിച്ചീനി വയറ്റിലിടുന്ന ലാഭകരമാണ്. ഒരു മരിച്ചീനി മുന്നൊക്കെ സാധാരണ 100 രൂപ വീതം ഒരാൾ വന്നെടുത്താൽ കിട്ടും. കാരണം 5 കിലോ കിഴങ്ങൊക്കെ ഉണ്ടെങ്കിൽ 100 രൂപ. ഒരു വാഴ വയ്ക്കുന്ന പൈസ ഇത് കിട്ടും. അപ്പോൾ അത് ലാഭം വരുന്നപ്പോൾ പന്നിയെക്കാരനും ഒരു നിവർത്തിയില്ല. വേല കെട്ടിയാലും വേലി പൊളി. അതെ അതെ അതെ. ഞാൻ കുറേ സ്ഥലം വാങ്ങിച്ചിട്ട് ഈ മരിച്ചീനി കൃഷിയും വാഴ കൃഷിയും കൂടെ അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലേ? അത് ചെയ്യാൻ പറ്റും. വാഴയും മരിച്ചീനിയും കൂടെ വാഴ പൊങ്ങിപ്പോയാൽ പിന്നെ മരിച്ചീനി കഴിഞ്ഞിട്ടില്ല. ഈ എല്ലാ സസ്യങ്ങൾക്കും വെയിൽ അത്യാവശ്യം. അത്യാവശ്യം വെയിൽ കിട്ടുന്ന സ്ഥലം നോക്കി വാങ്ങിക്കും. അല്ലെങ്കിൽ അവിടെ രണ്ടും കൂടെ സ്ഥലം ഇടകലർത്താൻ പറ്റില്ല. രണ്ട് സ്ഥലത്തായിട്ട് ചെയ്യും. അതായത് ഇപ്പോൾ ഒരു 10 സെന്റ് വാങ്ങിക്കണമെങ്കിൽ 5 സെന്റ് മരിച്ചിനി, 5 സെന്റ് വാഴയായിട്ട് ചെയ്യണം. എങ്കിൽ കുഴപ്പമില്ല, എങ്കിൽ കൊള്ളായിരുന്നു. കുടിക്കാനെല്ലാം ഉണ്ടോ? ജ്യൂസ് ഉണ്ടോ? നാരങ്ങ മതി. ഇത് വെയിൽ കൊള്ളാതിരിക്കാനാണ് ഏട്ടാ ഇങ്ങനെ എടുത്തു വെച്ചേക്കുന്നത്. ഭയങ്കര വെയില് കൊള്ളാതിരിക്കാണ്. ഇത് എന്തൊക്കെ ഇരിക്കുന്നത് കാണാൻ പറ്റൂലല്ലോ. പുള്ളി അങ്ങോട്ട് വരും. എന്തോന്ന് വേണം? ഫ്രൂട്ട്സ് എന്തോന്ന് വേണം? എന്തോന്ന് കാണിച്ചു. എന്തൊക്കെ ഇരിക്കുന്നത്? ഇത് മാങ്ങ. ഇത് എന്ത് മാങ്ങയാ? നമ്മുടെ നാടൻ മാങ്ങയാണ്. നീല മാങ്ങ എന്ന് പറഞ്ഞാൽ മാങ്ങയൊക്കെ സൂപ്പർ മാങ്ങയാണ്. എന്തോ വിലയാ? 150 രൂപ. അയ്യോ, 1 കിലോയ്ക്കോ? 180 ഇവിടെ കുറവ് ആണ് പറഞ്ഞത്. ഓ, അത് ശരി. പിന്നെ മാതള നാരങ്ങയ്ക്കോ?
മാതളത്തിനോ? മാതളം 160. മറ്റേ നമ്മളത് ജ്യൂസ് അടിക്കുന്നത് ഒന്ന് മുന്തിരിയാണ് അല്ലേ? ഗ്രേപ്പ്. ഇതെന്ന് പറഞ്ഞാൽ മറ്റേ കുരുവില്ലാത്ത മുന്തിരിയാ. ഇത് മധുരം ഉള്ളത്, അത് പുളിക്കും, ജ്യൂസ് അടിക്കാനുള്ളതാണ്. ഇത് ഒരെണ്ണം തൂക്കിയാൽ എത്ര വേണം പേരയ്ക്ക്? 500 ഗ്രാം 600 ഗ്രാം. എന്താ വില? അത് 110 കിലോ. ഏത് 1 കിലോയ്ക്കോ? എന്റെ പൊന്നെ, ഒരെണ്ണം മേടിച്ചാൽ മതി എന്തിനല്ലേ പേരയ്ക്ക്? വില അനുസരിച്ച് വാങ്ങിക്കാം. അതെ. വാങ്ങിക്കാം. ആപ്പിൾ ഇത് 2 സൈസ് ഇല്ല? ആപ്പിൾ രണ്ടും ഒരേ ക്വാളിറ്റി തന്നെ. പിന്നെ ആപ്പിളിന്റെ ഇവിടുത്തെ വില 200 കിളിമാനൂർ കാര്യത്തിൽ നിങ്ങൾ പാരിപ്പള്ളിയ പരവിലാക്കാൻ 250 ആവും. 250 240. ഓ, അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ മുതലാവും ചേട്ടാ അത്? ജംഗ്ഷനിൽ നടത്തുന്ന കടക്കാർ ഈ ഫ്രൂട്ട്സിന്റെ കച്ചവടം എന്ന് പറഞ്ഞാൽ ഈ വേസ്റ്റായി പോണതിന്റെ കാശോടെയാണ്. ഓ, നമ്മളെ മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ വേസ്റ്റായി പോവാതെ നമ്മൾ വില കുറച്ചും കൊടുക്കും. നമ്മൾ അപ്പോൾ ആ നഷ്ടം വരുന്നുണ്ട്. സനുജേ, സനൽ സാറിന്റെ മോൻ സനു, ഇത് എവിടെ പോയിട്ട് വന്നത്? ഞാൻ ഇങ്ങനെ വന്ന് പത്തേ ടൈപ്പാണ് അത്. നമ്മളെ ഒരു ഹെഡ് മാസ്റ്റർ സനൽ സാറിൻ്റെ പരവൂരത്തെ സാറിൻ്റെ മോനാണ്. നീ വാ, ഇത് എവിടെ നടന്നു പോണത്? ഞാൻ ഇതുവരെ ഒരാളെ കാണാൻ. ആഹാ, നിനക്ക് എങ്ങനെ ബസ്സിന് വന്നാ നീ? അവിടെ നിന്ന് ഇറങ്ങി നടന്നു. ചേടാ പൊന്നെ, ഇറങ്ങി ആറ്റിക്ക് ഇറങ്ങി. എന്ത് ദൂരം! സൗരി കൈയൊക്കെ ഇട്ട് നീക്കണം സൂക്ഷിച്ച്. തണ്ണിമത്തയ്ക്ക് എനിക്ക് എന്താ വിലയാ? തണ്ണിമത്തായി ഒന്ന് കറുത്തത് 40, മറ്റത് 30. മണപ്പിച്ച് മേടിക്കാനാ? അതും ചെയ്യും, എൻ്റെ അപ്പുറം ചെയ്യും. അതിരിക്കട്ടെ, നീ ഇത് ആരെ കാണാൻ വന്നത്? സനുജേ, നീ ആരെ കാണാൻ വന്നത്? ഞാന് കഴിയിട്ടൊക്കെ കഴിക്കണം അത്. ശേഷ് സനുജ, നീ ആരെ കാണാൻ വന്ന? ഗോവനെ കണ്ടു. ഗോപനാ? ഗോവനോ പറഞ്ഞോളൂ. ഇത് മറ്റേ ക്ഷേത്രത്തിൻ്റെ എവിടെയാ? ക്ഷേത്രത്തിൻ ഗോവൻ. ക്ഷേത്രത്തിൻ്റെ എവിടെ? കൊള്ളാം. ക്ഷേത്രത്തിൻ്റെ അവിടുത്തെ ഗോവയാണ്. ഡേയ്, നീ വാ, ഇങ്ങോട്ട് നീങ്ങില്. നീ ഇത് പറക്കി തിന്നുന്നതിന് കിലോ കണക്ക് വേണം. കൊള്ളൂല, മടി. ഒന്നെടുത്ത് ചേട്ട ക്ഷമിച്ച്, രണ്ടെടുത്ത് മൂന്നെടുത്ത് ഇതിങ്ങനെ. ഗോവനെ ഗോവൻ ഞാൻ കണ്ടിട്ട് വരെ സാധനം വേണ്ടി. ഞങ്ങൾ രണ്ടിടത്തും കൂടെ പറ, ചേട്ടടുത്ത് പറ. ചേട്ടാ, ഇത് കേട്ടോ ഇവൻ്റെ കഥകൾ കേട്ടോണേ. നീ പറ. നമ്മളെ ഷിബു ഇല്ലേ? ഓ, ഷിബു, മറ്റേ വെളുത്തിട്ട് പൊക്കോളാ. ഭയങ്കര ശല്യം. എന്ത് ശല്യം? എന്തെന്ന്? ദേഹത്തൊക്കെ കയറി പിടിക്കണെന്ന്. ദേഹത്ത് കയറി പിടിക്കണം? പിന്നെ എടാ, കൂട്ടുകാരല്ലേ, നിന്റെ കൂട്ടുകാരല്ലേ? കൂട്ടുകാരാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ദേഹത്തൊക്കെ കയറി പിടിച്ചത്. ഇപ്പൊ എന്ത് കാര്യം? എന്ത് അങ്ങനെ പിടിക്കണ്ടാവൻ? നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ നീ പറയണം, എൻ്റെ ദേഹത്ത് പിടിക്കരുത് നീ പറയണം അവൻ്റെ അടുത്ത്. ഇല്ലേ ചേട്ടാ? ഇഷ്ടമല്ലെങ്കിലേ അവൻ പറയണം. പറഞ്ഞാൽ തീരുന്ന വിഷയമാണല്ലോ ഉള്ളത്. അവൻ്റെ കൂട്ടുകാരൻ അവൻ്റെ ദേഹത്ത് കയറി പിടിച്ചാണ്. എന്ത് ചെയ്യുന്ന? ഒരുപാട് കഴിച്ചാ? ഇവിടെ ഉള്ള നമ്മളെ പരവൂരത്തെ സനൽ സാർ എന്ന് പറഞ്ഞൊരു ഹെഡ് മാസ്റ്റർ ഉണ്ടായിരുന്നു. സാറിൻ്റെ മോനാണ്. അല്ല, നടന്നു വന്നെന്ന് അവിടെ നിന്ന്. ഇല്ല, കുഴപ്പമൊന്നുമില്ല. ഇവന് ഭയങ്കര സൗന്ദര്യ സെറ്റപ്പാണ്. നമ്മളെ സാറിൻ്റെ മോനാണ്. ഇവിടെ വന്നിരി. ഡ്യൂട്ടൺ LED ലൈറ്റ്സ് വിത്ത് അഡ്വാൻസ് ജർമ്മൻ ടെക്നോളജി. ഡ്യൂട്ടൺ, നല്ല പ്രകാശം ദീർഘകാലം. നീ ഇവിടെ ഈ ഗോവനെ ഇപ്പൊ കാണേണ്ട കാര്യം പറ. മറ്റാ ശിവു എന്നെ ഭയങ്കര ശല്യം. ഞാൻ ഗോവൻ്റെ ഇന്നത്തെ വരെ മരുന്ന് വാങ്ങിക്കാൻ പോയി. എന്തൊന്നും മരുന്ന്? നാക്കെണ്ണപ്പൊടി. നാക്കെണ്ണപ്പൊടിയാ? അവനെത്തി ചൊറിച്ചിൽ കൂടുതൽ. ഞാൻ ചൊറി വാരി ഇട്ട് കൊടുക്കുന്നു. നാക്കെണ്ണപ്പൊടി പറന്നു പോയാൽ ദേഹം മൊത്തം ചൊറിഞ്ഞ് കയറും. കഴിഞ്ഞ ആഴ്ച ഞാൻ മെഡിക്കൽ കോളേജിൽ പോയപ്പോഴത്തേക്ക് ഒരുത്തൻ നാക്കെണ്ണപ്പൊടി എറിഞ്ഞത് അറിയാതെ എങ്ങനെ ദേഹത്ത് കൊണ്ടതാണ്. തടിച്ച് കയറി 6 ദിവസമായിട്ട് അവിടെ കിടക്കുകയാണ്. ഷിബുവിന് അതിൻ്റെ ആവശ്യമുണ്ട്. 6 മാസം കിടക്കണം. നീ എന്തോടെ പറയണത്? മറ്റേ കക്ഷിയുടെ ബാഗല്ലേ അത്? ഞാൻ നാക്കെണ്ണപ്പൊടിയുടെ ഇത് ഒന്ന് ആലോചിച്ച് നോക്കിയാണ് നിങ്ങൾ. നാക്കെണ്ണപ്പൊടി അവന് ഇത്തിരി കടി കൂടുതലുണ്ടാ. എന്നെ കാണുമ്പോൾ ദേഹത്ത് പിടി. മനസ്സിലായില്ലേ? നോക്കിയാണ് ചേട്ടന് ഒരു സുഹൃത്തിന് ഇതുപോലെ നാക്കെണ്ണപ്പൊടി വേറിയേ ദേഹമൊക്കെ ഇതായി കേസായില്ലേ? എന്നാ കേസാവൂ? ആളുടെ പുറത്ത് കേസാവൂ. അതിന് കേസാവൂ? ആണോ? ചൊറിഞ്ഞ് തടുത്ത് കയറൂലേ? നിസ്സാര സംഭവം. കേട്ടിട്ടുണ്ട് പൊടി ചെറിയോ അല്ലെങ്കിൽ അതിന്റെ കാ മുട്ടിയ ചൊറി വന്ന്.
അത് കേസാവുന്നതിന് ഇപ്പൊ ആ അല്ല ഞാൻ പറഞ്ഞത് പൂർവ്വം ആരെങ്കിലും നമ്മൾ കൊണ്ട് തേച്ചാൽ കേസാവും. ആണോ? പിന്നെ ഏറെ ഈ വായു കൂടെ പറഞ്ഞാ മതി, പണിയല്ലേ, നിസ്സാര കളിയാത്. ഒറിജിനലേ, എന്താണ് ഒറിജിനൽ സാധനം. ഞാൻ മാറ്റി 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 അറിയാം, ഞാൻ പല ഇതും നോക്കി, അവന് പറഞ്ഞ കേൾക്കൂല. ഇനി എൻ്റെ അടുത്ത് ദേഹത്ത് പിടിക്കാൻ വരുമ്പോൾ ഞാൻ ഇതിന് 5 എടുത്ത് തേച്ചു കൊടുക്കും. ഇത് എവിടുന്ന് കിട്ടി? ഏത് ഗോവ? അമ്പലത്തിന്റെ വേറെ വശത്ത് ഇത് കിടപ്പുണ്ട. ഏതമ്പലം? നമ്മളാ നമ്മൾ പറഞ്ഞ വളവില അടുത്ത 2 അപ്പുറത്തെ ജംഗ്ഷൻ്റെ അവിടെ. മറ്റേ ശാസ്ത്രക്ഷേത്രവും ഓ, അവിടെ എവിടെ ഗോവേ? അതിന്റെ പ്രവേശത്തെ അവസ്ഥ തന്നെ. ആഹാ. ഇവിടുത്തെ ഈ അമ്പലത്തിലെ ഉത്സവം കഴിഞ്ഞോ? ഇല്ല. നാക്കന്നെ മാറ്റിപ്പിടി മാറ്റിപ്പിടി. കുഴപ്പമില്ല. നിന്റെ സ്വഭാവം എനിക്കറിയാം, നീ മാറ്റിപ്പിടി, നീ അത് മിണ്ടാരി ആവശ്യമില്ല. ഇതൊക്കെ ദേഹത്ത് വന്ന് വീണ് എനിക്ക് ഒന്നാമത് ഞാൻ മെഡിക്കൽ കോളേജിൽ പോയി ആ ഇത് ആളിനെ കണ്ടെൻ്റെ ഊപ്പാളും. അല്ല, ഇതും കൊണ്ട് നടക്കുന്ന എന്തിനാ? വേറെ ഏവന് ഇത്തിരി ചൊറിച്ചിൽ കൂടുതൽ, ആ ചൊറിച്ചിൽ മാറ്റി കൊടുക്കായിരുന്നു. ഷിബുവിന്റെ കാര്യം കണ്ട് പറഞ്ഞു കേട്ടല്ലോ. എന്നാ ശിബുവിന് പറഞ്ഞല്ല. ഇതേ ഷിബുവിനെ എനിക്കറിയാം. ഷിബു നിന്റെ അടുത്ത് നിന്റെ കളിക്കൂട്ടുകാരനല്ലേ? അവൻ നിന്റെ ദേഹത്ത് കയറി പിടിച്ചെന്ന് പറഞ്ഞാൽ നീ അപ്പോഴും അവൻ എൻ്റെ ദേഹത്ത്, ഇപ്പം ഞാൻ ചേട്ടൻ്റെ ദേഹത്ത് കയറി പിടിച്ചു. അപ്പം ചേട്ടന് ഇഷ്ടപ്പെട്ടെങ്കിൽ ചേട്ടൻ പറയും പിടിച്ചോളാൻ പറയും, ഇല്ലെങ്കിൽ വിടാൻ പറയും. നമ്മൾ കൈയെടുത്താൽ തീർന്നല്ലോ. പിടിച്ച എപ്പോഴെപ്പോഴും കയറി പിടിക്കണം. എന്താണ് എപ്പോഴെപ്പോഴും കയറി ദേഹത്ത് പിടിക്കണം? എൻ്റെ ദേഹത്ത് പിടിക്കുന്നതിന് ഇപ്പം എന്തിനാ വിഷയം? എനിക്ക് അറിഞ്ഞിടത്തൊന്ന് ചോദിക്കുകയാണ്, എന്തിനാണ് വിഷയം നിനക്ക്? നിങ്ങളുടെ നാട്ടുകാരൻ അതുകൊണ്ടായിരിക്കും. പൊത്തിയാണ്, കാതുന്ന പൊത്തിയാണ്. അതെന്തിനാ? പോത്ത് 2 കാതും പോത്ത്. ഓ ശരി. എന്നിട്ട് അങ്ങോട്ട് തിരിഞ്ഞില്ല. ആവശ്യമില്ലാതെ പിടിച്ചാൽ നമ്മൾ കഴിഞ്ഞാ? ആ മനസ്സിലായോ? ഓ, അപ്പം നീ സാറിൻ്റെ അടുത്ത് പറയുന്നത് നിന്റെ കല്യാണമായാ? അവൻ തന്നെ മുടക്കണമെന്നാ. എന്ത് കല്യാണം മൊത്തം മുടക്കണം അവൻ തന്നെ. കല്യാണം കഴിക്കേണ്ട പ്രായമൊക്കെ കഴിഞ്ഞു. ആ, അത് എത്ര മാസം കൊണ്ട് ഇവൻ ഓരോ അപരാധങ്ങൾ പറഞ്ഞു. എന്തോന്ന് പറഞ്ഞു? എന്തോന്ന് അപരാധം പറഞ്ഞേ? അവന് പെണ്ണു പുള്ളി നിങ്ങളെ പരവൂരുള്ള നിങ്ങളെ പരവുള്ളൂ. നമുക്ക് സാൻ സാറിൻ്റെ മോൻ മനസ്സ്, നമ്മളെ സാറിൻ്റെ മോൻ പെണ്ണു കൊടുക്കും. നടക്കും. ഇവിടെ ബസ്സിന് പകുതി ഇറങ്ങി നടന്നിട്ട് ഇങ്ങനെ നടക്കും. ഇതാ ഇന്ന് മറ്റേ ഗോപനെ ഗീവനെ കാണാൻ പോയെന്ന് പറഞ്ഞില്ലേ? എന്തും ചെയ്യും. അങ്ങനെ ഒരു ഗോപനൊന്നുമില്ല. പണ്ട് ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് കോമ്പസ് ഉണ്ടല്ലോ, കോമ്പസ് എടുത്തപ്പം കൂട്ടുകാരെ എടുത്തപ്പോഴത്തേക്കും രാജേഷ് എന്ന് പറയുന്ന പയ്യൻ അപ്പം എടുത്തപ്പോഴത്തേക്കും ഇവന്റെ വെള്ളിൽ കയറിക്കൊണ്ട് ഗോപാലകൃഷ്ണൻ കാലിട്ട് 4 കുത്തു കുത്തിയിട്ട് ഓടിക്കളഞ്ഞവൻ. അങ്ങനെയുള്ള മോനാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇവ എന്തിനാണ് ചെയ്യണമെന്നൊന്നും അറിഞ്ഞുകൂടാ. കല്യാണം കഴിക്കേണ്ട പ്രായം കഴിഞ്ഞു. ഒരുത്തൻ പറഞ്ഞ് കല്യാണം മുടങ്ങി കഴിഞ്ഞാൽ വേറെ പെണ്ണ് നോക്കണം, ഇല്ലേ? ബാഗിന്റെ കക്ഷി പോയാ നാരങ്ങോണ്ടതിന് എത്ര ആയിരുന്നു? എങ്ങനെയുണ്ട് ബിസിനസ് ഒക്കെ ഇവിടെ? നമ്മളിപ്പോ തുടങ്ങിയതേ ഉള്ളൂ. അധികം കച്ചവടമൊന്നുമില്ല. 1 മാസം ആയില്ലേ ഉള്ളൂ. ആണല്ലേ? ഒരു പേപ്പർ വെളിയിൽ കിടക്കണം. അല്ല, പൊതിയാം ഒരു പേപ്പർ എവിടെയെങ്കിലും ചെറുതായിട്ടൊന്ന് വീണാ മതി. പേപ്പർ തരി. പ്രവർത്തനം ഭയങ്കരമാണ് കേട്ടോ. ഇതെന്തോന്ന് തീരെ ക്ഷമിക്കും തോറും ഒരുമാതിരിയാണ് കേട്ടോ. അതൊക്കെ പുള്ളി ഒന്നും വേണ്ടില്ല. കൈ തോറല്ലേ, വെളിയിലിറങ്ങ് ഞാൻ തട്ട് വെളിയിലിറങ്ങ്. ചേട്ടൻ ഇറങ്ങാൻ കൂടെ ഇറക്കണം. എന്റെ കൈ ചൊറിയുന്നു കേട്ടോ. അതിന്റെ ഒരു തരി വീണാ മതി. ഒരു തരി വീണ പണിയാണ്. എടാ ചൊറിയോടാ അത്. ചേട്ടനെ വീണോ? എനിക്ക് ചൊറിച്ചിൽ തുടങ്ങി കേട്ടോ. 40 ചൊറിച്ചില് തുടങ്ങിയ നിങ്ങൾ മാറിപ്പോയി. കൊള്ളാണ്. പോലീസിനെങ്ങനെ വിളിച്ചു? എടാ ചൊറിയണ്ടാ. അങ്ങോട്ട് മാറിപ്പോയി. അങ്ങോട്ട് പോ. ഇങ്ങ് വരല്ലേ? പോ. അയ്യോ, എന്റെ ദേഹം മുഴുക്ക ചൊറിയുന്നു ചേട്ടാ. എങ്ങനെയുണ്ട്? പറത്തിയോ ഇത്? പറന്നു വരും. എന്റെ പൊന്നേ,
പോ നീ അങ്ങ് പോ ആ പൊടി പൊടി പൊടി. പൈസ നീ എന്താടേ ഓ എന്തൊരു ഊരല്. പിടിച്ചാൻ പറഞ്ഞപ്പോ നിങ്ങൾക്ക് പിടിക്കാൻ പോയി പിടിച്ചു തരാൻ പറഞ്ഞപ്പോ ഇതൊരു കവർ പിടിച്ചു തരാൻ പറഞ്ഞു. സംഗതി പന്തിയോടാണ് പോയി. കവർ ഇട്ട് തരാൻ പറഞ്ഞില്ലേ? ഞാനിവിടെ ഉണ്ടാ പാലമില്ലേ? നായ്ക്കണ്ണപ്പൊടി പറഞ്ഞ നിന്റെ അടുത്ത്. നീ എന്താടാ ഞാൻ ഈ പോയത് ഇങ്ങോട്ട് കയറി ഉണ്ടായി വന്നു. നീ അല്ലേ വിളിച്ചു പറ്റാ നീ ഇവിടെ കണ്ടു ചോദിച്ചാ ഇതായില്ല നമുക്ക്. ഓ അണ്ടകടാ മുഴുക്ക ചൊറി. നീ പോ ഷോ അനത്ത് തൈര ഇവിടെ തൈര് ഇല്ലെന്ന്. ഇല്ലെന്ന് നിങ്ങൾ ഇതിനകത്ത് കയറരുത്. ഉള്ള കാര്യം പറഞ്ഞു നീ പോ. തൈര ഇവിടെ തൈര് ഇല്ലെന്ന്. തൈര എടേ ഇവിടെ തൈര് കച്ചവടം ഇല്ലാന്ന് പറഞ്ഞാ എന്താ? ഇയാൾ ഇറങ്ങുവേ. ഇറങ്ങ് പറഞ്ഞേ അങ്ങോട്ട് അനത്ത് എണ്ണെങ്കിലും എന്താ ഇറങ്ങാൻ പോ തൈര് കാണ തൈരില്ലെന്ന് പറഞ്ഞില്ലേ? വെളിച്ചെണ്ണ കാണ അനത്ത് വെളിച്ചെണ്ണ നിന്റെ കാര്യം ഒരു ശകല ഓയിലിങ് തരുവോ? നിങ്ങൾ ഇവിടെ നിന്ന് മാറിപ്പോയി. ഈ അവിടെ നിൽക്കുന്നോണ്ട് ദേഹത്തോട് വീണ്ടും വീട് നേട്ടാ. വണ്ടി കടിക്കും. നിങ്ങൾ പൈസ വണ്ടി ഞാൻ എന്റെ പൈസ തന്നിട്ടില്ല. നിങ്ങൾ അനത്ത് വെളിച്ചെണ്ണ കാണ എനിക്ക് വെളിച്ചെണ്ണ പൈസ പൈസ വെളിച്ചെണ്ണ തേക്ക് തേക്കാം. അങ്ങനെ ദേഹത്തെ അയച്ചാൽ ഇവിടെ വെളിച്ചെണ്ണ ഒന്നുമില്ല. ഞങ്ങൾ അങ്ങനെ വെളിയിൽ ഇറങ്ങിയേക്ക്. ഇവരെ എണ്ണ ഇപ്പൊ എന്താണ് എണ്ണ തന്നതിന് പൈസയുടെ ശകലം ഒഴിച്ച് തരാൻ അങ്ങനെ ഒഴിച്ചതൊക്കെ ഇല്ല. ഇവിടെ കുപ്പിയിൽ ബോട്ടിലുള്ളതേ ഉള്ളു, പൊട്ടിക്കാത്തതേ ഉള്ളു. അനത്തി താ ഞാനോ എന്റെ ദേഹം ചുമന്നേ. അയ്യോ വരുന്നത് അനത്തി എണ്ണ എന്റെ പൊന്നി അങ്ങാതി ഇവിടെ എണ്ണയൊന്നും ഇല്ല. എണ്ണ വേണോ? ഒരു ബോട്ടിൽ എണ്ണ 50 രൂപ കൊടുക്കി. തൈരില്ല അണ്ണ. ഇവിടെ തൈരും ഇല്ല. നിങ്ങൾ അങ്ങോട്ട് വെളിയിലോട്ട് ഇറങ്ങിക്ക്. ബാക്കിയുള്ളവനെ കൊണ്ട് എന്നെ ഇപ്പൊ വിളിക്കാൻ എന്തോ കാണിച്ചത്. ഇല്ല ഹലോ അങ്ങനെയൊന്നും അല്ല. തൈര് താണ ഇവിടെ തൈരില്ലെന്ന് പറഞ്ഞില്ലേ? തൈരില്ലാത്ത ഞാൻ ഉണ്ടാക്കി തരുമോ? തൈര് തൈര് എവിടെ ഞാൻ ഉണ്ടാക്കണേ? തൈര് നിങ്ങൾ പാല തൈര് കച്ചവടം ഇല്ല മനുഷ്യ. തൈര് തൈര് വാങ്ങിച്ചത് നിങ്ങളാണ് ഇത് വഴിയെ പോയനെ പിടിച്ചിരിക്കട്ടോ. അത് ശരിയാ. എന്റെ പൊന്നു ചങ്ങാതി ഇവിടെ തൈരില്ല. ചൊറിഞ്ഞു തരാണ്. പണി കിട്ടി വന്നാണ്. എന്താ എനിക്ക് ചൊറി തുടങ്ങാത്തോണ്ടാണ് ഇയാള് എന്നെ ചൊറിയിക്കാൻ ആരാ വിട്ടതാണ്. പൊന്നെ ആരുമില്ല ഇവിടെ. നിങ്ങളൊരു കാര്യം തൈര് കാണ തൈരില്ലേ പറ്റില്ല അണ്ണ. ഞാൻ വിളി ഇവൻ തൈര് കഴിച്ച് വന്നില്ല ഞാൻ പറയും. തൈര് ഇവിടെ തൈരില്ലെന്ന്. ഇവിടെ തൈര് കച്ചവടം ഇല്ല. അതെന്ത് തൈര് കച്ചവടം ഇല്ല? തൈര് കച്ചവടം ഇവിടെ തൈരില്ലാത്തോണ്ട്. തൈര് കച്ചവടം ഇല്ല ഇവിടെ. തൈര് ഇവിടെ തൈരില്ലെന്ന്. എന്തെന്ന് തൈരില്ലാത്ത? തൈരില്ലാത്ത ഇവിടെ തൈര് എനിക്ക് ഞാൻ തൈര് ഉണ്ടാക്കി വെച്ചേക്കണ. പിന്നെ നിങ്ങൾ കട തൈര് കണ്ടേ? തൈര് കഴിച്ചവരാണ് വെട്ടോത്തി എടുത്തു. വെട്ടാൻ അവൻ നായ്ക്കൊന്നെ പടി കൊണ്ടിട്ടെന്ന് കടയുടെ മുമ്പാ. മൊത്തം ചൊറിയാണ്. ഞാൻ ഇവിടെ വന്ന് എനിക്ക് അറിയാന്നുള്ള തന്നെ. അവൻ എനിക്കറിയാന്നുള്ള പയ്യനാണ്ട് വിളിച്ചു നിർത്തിയത്. എനിക്കറിയാന്നുള്ള ആള്. അതുകൊണ്ടാണ് നായ്ക്കറിനപ്പൊടി വീണ്ടും ചൊറിയെന്ന് പറഞ്ഞു. ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. എന്റെ ദൈവമോ, ഇനിയിപ്പോ അനുഭവമായി. ഇപ്പൊ തടിച്ച് കയറുമ്പോ അറിയാം. ഇല്ല അവിടെ നിക്കാൻ പറ്റുന്നില്ല ഏട്ടാ. അവിടെ മൊത്തം പൊടി വീണ് കിടക്കുമല്ലയോ. നായ്ക്കെണ്ണപ്പൊടിയെ കൊണ്ട്
ഇതില് ആസൂത്രിതമായ ഇതുകൊണ്ടോ ഞാൻ ഇവിടെ നിൽക്കുകയായിരുന്നു. ഒരു തൈര് ചോദിച്ച ഇവിടെ വന്നപ്പോൾ ഈ കക്ഷി തൈര് ചോദിച്ചതാണോ? അവിടെ നിന്നപ്പോഴത്തേക്കും സാറിന് മറ്റേ സനൽ സാറിന്റെ മോനാണിത്. ആ അത് പറഞ്ഞു. പുള്ളി വിചാരിച്ച് ഞാൻ നിങ്ങൾക്ക് പരിചയമുണ്ടോ സാറേ? സനൽ സാറിന് അറിയാം. സനൽ സാറിന് അറിഞ്ഞൂടെ? ഹെഡ് മാസ്റ്റർ. ആ എവിടത്താ? പരപൂരത്തെ. സനൽ സാറിന് ഇപ്പൊ കാണണോ? അയ്യോ എനിക്കിത് ആരെയും കാണണ്ടല്ലോ. സനൽ സാറിനൊന്ന് കാണിച്ചു കൊടുത്തേ. കാണിച്ചു കൊടുത്തേ. സനൽ സാറിനെ ഒന്ന് കാണിക്കട്ടെ. സനൽ സാറിനെ കാണിച്ചു. അല്ല ഞാൻ കാണട്ടെ. കാണിച്ചു കൊടുത്തേ. എനിക്ക് കാണുന്നത് അല്ല പിന്നെ സാറിനെ കാണണ്ട, എന്റെ അച്ഛനെ കാണണ്ടേ? കൗമുദി TV ഓമയക്കോട് കാണണ്ടേ? സമൂഹത്തിൽ എന്ത് നല്ല കാര്യമായാലും അല്ലാത്ത കാര്യമായാലും നമ്മൾ പ്രതികരിക്കുക. അതാണ് നമ്മളിപ്പോൾ ഇവിടെ സംഭവിച്ചതും അങ്ങനെയാണ്. ചേട്ടൻ്റെ പേരെന്താ? അനിൽകുമാർ ചേട്ടൻ നമ്മളിതിപ്പോൾ മറ്റുള്ളൊരു പ്രശ്നമായിട്ട് ഉണ്ടാക്കിയതല്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇതേപോലെ പല സംഭവങ്ങളും പലയിടത്തും നടക്കുന്നുണ്ട്. ഇതിനെ നമ്മൾ പ്രതികരിക്കേണ്ടത് പ്രതികരിച്ച് തന്നെ ആവണം, അല്ലാത്തതിനെ ഒഴിവാക്കുക തന്നെ വേണം. അങ്ങനെ ഒരു മെസ്സേജ് മാത്രമാണ് ഞങ്ങൾ ഇതിൽ കൂടെ പാസ് ചെയ്യുന്നത്. അല്ലേ ചേട്ടാ, കൗമുദി ടിവിയുടെ വകയായിട്ട് സമ്മാനങ്ങൾ വരുന്നുണ്ട്. വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുക. ആദ്യമായിട്ട് കൗമുദി ടിവിയുടെ ഒരു ക്യാഷ് പ്രൈസാണ്. അത് ചേട്ടൻ വാങ്ങണം, 2 യൂണിറ്റ് വാങ്ങണം. മെൻസ് വേൾഡ് ബാലരാമപുരം ആര് നെയ്യാറ്റിന് നൽകുന്ന സമ്മാനം, ബീപൂൾ കാർ ആൻഡ് ബൈക്ക് വാഷ് നൽകുന്ന സമ്മാനം, കാസ്റ്റിൽ ഓഫ് ജീൻസ് തൃക്കാക്കര കൊച്ചി നൽകുന്ന സമ്മാനം, ഫോർവിഷ് മാട്രസ് നൽകുന്ന സമ്മാനം. ചേട്ടാ, ഇത് ഇങ്ങനെയുള്ള പ്രോഗ്രാം നമ്മൾ തെറ്റായിട്ട് എടുക്കുന്നവർ ഒരുപാടുണ്ടാവും, ശരിയായിട്ട് എടുക്കുന്നവരുണ്ടാവും. അപ്പോൾ ചേട്ടൻ്റെ അഭിപ്രായം എന്താണ്? അത് പറഞ്ഞു. കാര്യം നമ്മൾ കണ്ട് ഇതുപോലെയുള്ള എപ്പിസോഡുകൾ കണ്ടിട്ടുണ്ട്, ചിരിച്ചിട്ടുണ്ട് ഇതെല്ലാം. പക്ഷേ സ്വന്തം അനുഭവത്തിൽ വരുമ്പോഴേ അതിൻ്റെ ആ ബുദ്ധിമുട്ട് ശരിയാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് രാവിലെ തൊട്ട് ഞങ്ങൾ ഇതിന്റെ പുറകെയാണ്. പലയിടത്ത് ഇങ്ങനെ ചെന്നിട്ട് ചില കടയിൽ വണ്ടി ഇടാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇങ്ങനെ. പിന്നെ അവസാനം കിട്ടിയ ഒരു കച്ചി തുരുമ്പാണ് ഈ കട. അപ്പോൾ പുതിയ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം.